ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ അപ്പു കുഞ്ഞിനോട് വലിയ മലവെള്ളപ്പാച്ചിലിൻ്റെ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അഞ്ചു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇതെന്താ അപ്പു, നീ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. നീ ഇവിടം വിട്ട് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു. അങ്ങനെ അമരാവതിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീയും ഹരിയണ്ണനും ഒരിക്കലും ആ വീടിൻ്റെ പടി കടക്കുകയല്ലെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്, പിന്നെ നീ എന്തിനാ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ദേ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. മാത്രമല്ല ഞാൻ ചെയ്തു പോയതിനെല്ലാം എൻ്റെ മോളെയും കൂട്ടിച്ചെന്ന് ഡാഡിയോട് സമസ്താപരാധം പറഞ്ഞ് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നത് പോലെ ഡാഡിയുടെ മോളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം അപ്പു പറയുക. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അഞ്ചു ഞെട്ടിപ്പോയി. നീ എന്തൊക്കെയാ അപ്പു പറയുന്നത് ചോദിച്ചു. എന്നുവെച്ചാൽ എൻ്റെ മോൾക്ക് അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കുള്ള ഏക ആശ്രയം എൻ്റെ ഡാഡി മാത്രമാണെന്ന് പറയുമ്പോൾ, പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നതിന് മുൻപ് പുറപ്പെട്ടിറങ്ങുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇത് സ്വത്തിൻ്റെയോ അവകാശ തർക്കത്തിൻ്റെയോ പേരിലൊന്നും അല്ല അഞ്ചു. ഇനി ഇവിടെ നിന്നാൽ എൻ്റെ മോള് എനിക്ക് നഷ്ടപ്പെട്ടു പോകും, ഞാൻ ഇവൾക്ക് ആരും അല്ലാണ്ടായി പോകും എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തതെന്ന് പറയുമ്പോൾ, അപ്പോ നീ എന്തൊക്കെ ഈ പറയുന്നേ? ദേവൂട്ടിയെ സ്വന്തം മകളാക്കി കളയുന്നാണോ നീ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അപ്പൂന് മറുപടിയില്ല. ഛേ, എന്തൊരു സില്ലിയായിട്ടാ അപ്പൂ നീ ചിന്തിക്കുന്നേ? ഇപ്പം നിനക്ക് ഞാൻ പറയുന്നതൊക്കെ സില്ലിയായിട്ട് തോന്നുന്നു അഞ്ചു. പക്ഷേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്കൊരു കുഞ്ഞു പിറന്നാൽ ഒരിക്കലും നീ ദേവേടത്തി അമ്മയെന്ന് വിളിപ്പിക്കരുത്. നിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ നീ തന്നെ ആയിരിക്കണം. അപ്പോൾ ദേവേടത്തി നിന്റെ കുഞ്ഞിനെ നിന്നിൽ നിന്ന് അകറ്റിക്കളയും. മാത്രമല്ല ആ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മയായി ദേവേടത്തി മാറിക്കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജുവിനോട് പറയുക. അത് ഞാൻ ഇന്നലെ ശരിക്കും അറിഞ്ഞു എന്ന് പറഞ്ഞപ്പം, എന്താ അപ്പോൾ നിന്റെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറ് പറ്റുമോ എന്ന് ചോദിച്ചു അഞ്ജു. ഇപ്പം നീ സംസാരിക്കുന്നത് നോർമലായ ഒരാളെപ്പോലെ അല്ല എന്ന് പറയുമ്പം, ആയിക്കോട്ടെ നിനക്ക് എന്ത് വേണമെങ്കിലും കരുതാം, പക്ഷെ ഞാൻ എന്തായാലും ഈ സാന്ത്വനം വീട്ടിൽ ഇനി നിൽക്കില്ല, വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ കയ്യും പിടിച്ചിങ്ങനെ പോകുമ്പോൾ, എന്നെ കൊണ്ടുപോകരുതെന്ന് പറ ചെറിയമ്മേ എന്നും പറഞ്ഞു കൊച്ച്. അപ്പു നീ എന്തീ കാണിക്കുന്ന? പോവല്ലേ അപ്പു, പ്ലീസ് അപ്പു. പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് നീ മോളെയും കൂട്ടി മുന്നും പിന്നും ആലോചിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുതെന്ന് പറഞ്ഞ് കയ്യെ കാലെ പിടിച്ചു അഞ്ജു കയ്യിൽ നിന്ന് വിട്. ഞാൻ മുന്നും പിന്നും ആലോചിക്കാതെ ഒന്നുമല്ല, ഞാൻ നല്ലപോലെ ആലോചിച്ചതിന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, വിടഞ്ചു എന്ന് പറഞ്ഞ് അഞ്ജുവിനെ തട്ടി തിരിപ്പിച്ചങ്ങ് പോയി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല അഞ്ജു എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ പറയുന്ന അപ്പുവിനോട്, നീയുണ്ടല്ലോ നിന്നെക്കുറിച്ച് മാത്രം അപ്പു ചിന്തിക്കുന്നുള്ളൂ, മറ്റാരെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ല, അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, ദേവൂട്ടിയെക്കുറിച്ച് ഓർക്കണമെന്ന് പറയുമ്പം, അതെ എൻ്റെ മോളെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഇനി എൻ്റെ ചിന്ത എൻ്റെ മോളെക്കുറിച്ച് മാത്രമാണെന്ന്, എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല അഞ്ജു. ഇവളെക്കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, അതൊന്നും വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ നിന്നാലേ ഇതൊക്കെ വെറും പാഴ് സ്വപ്നങ്ങളായി പോകുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, ആരോടും ഒരു വാക്ക് പറയാതെ നീ പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആരോടും പറയാനില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഹരി കുളിയും കഴിഞ്ഞിട്ട് വരുന്നത്. എന്താ ഇവിടെ എന്ന് ചോദിച്ച്, അപ്പോഴേക്കും ഡാഡി എന്നും വിളിച്ച് കൊച്ചു ഓടിച്ചെന്ന് ഹരിയെ കെട്ടിപ്പിടിച്ചു. മമ്മി ദേവൂട്ടിയും കൊണ്ട് മമ്മിയുടെ വീട്ടിൽ പോകാൻ പോവണ്ടെന്ന് പറടാടി എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ, മോള് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഹരി കുഞ്ഞിനെയും വിളിച്ച് അപ്പൂൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താ അപ്പു ഇതെന്ന് ചോദിച്ചു. ഞാൻ മോളെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അപ്പു പറഞ്ഞപ്പോൾ, മമ്മി വേണമെങ്കിൽ മമ്മിയുടെ വീട്ടിൽ പോയിക്കോ, ഞാൻ വരുന്നില്ല, എൻ്റെ വീട് ഇതല്ലേ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് ദേവൂട്ടി അപ്പുവിനോട് പറഞ്ഞപ്പോൾ, കേട്ടില്ലേ മോള് പറഞ്ഞത്? നീ കേട്ടില്ലേ, ഇത് നിൻ്റെ വീടാണെന്ന് ആരാടി നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു നമ്മുടെ അപ്പു. അമ്മ പറഞ്ഞല്ലോ, ഡാഡി മമ്മിയെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതാ, ഇതാ എൻ്റെയും എൻ്റെ ഡാഡിയുടെയും വീടെന്ന് കേട്ടല്ലോ, എന്തൊക്കെയോ മോളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പു ഹരിയോട്. അത് പിന്നെ അന്ന് നിങ്ങളോട് രണ്ടുപേരോടും കുഞ്ഞിനെയും കൂട്ടി അമരാവതിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിളിച്ചപ്പോൾ മോൾ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ചതുകൊണ്ട് അത് മോളുടെ മമ്മിയുടെ വീടാണെന്നും അവിടെയുള്ളത് മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയാണെന്നൊക്കെ ദേവിച്ച് പറഞ്ഞു കൊടുത്തത് അപ്പു എന്ന് അഞ്ജു പറഞ്ഞു. എന്നിട്ട് പിന്നെ മോൾ എവിടുന്ന എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതാണെന്നും ഇത് ഇവളുടെ ഡാഡിയുടെ വീടാണെന്നും ഇതാണ് ഇവളുടെ വീടെന്നൊക്കെ പറയാൻ പഠിച്ചതെന്ന് അപ്പു അഞ്ജുവിനോട് ചോദിക്കുക. അപ്പു മോൾ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് എന്താ പറ്റേ, അതൊക്കെ കരുതിക്കൂട്ടി പറഞ്ഞതാണെന്ന് വ്യാഖ്യാനിക്കരുത് നീ എന്നൊക്കെ ഹരി പറഞ്ഞു. എടുത്ത് ചാടി വിവരക്കേട് കാണിക്കാതെ മോളെയും കൂട്ടി അകത്തേക്ക് പോകാൻ പറഞ്ഞു. ഇല്ല ഹരി, ഞാൻ ഇനി തിരികെ കയറുന്ന പ്രശ്നമില്ലെന്ന് അപ്പു തറപ്പിച്ചെന്നേരം പറയുക. മുമ്പൊരിക്കൽ നീ ഇതുപോലെ എടുത്തു ചാടി വാശി പിടിച്ച് നിന്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിനക്കറിയാവുന്നതാണല്ലോ അല്ലേ, ഞാൻ അങ്ങോട്ട് വരുമെന്ന് കരുതി നീ പോവണ്ട, അതിന് നീ വരണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ലാന്ന് അപ്പു അന്നേരം ഹരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ നീ എന്തൊക്കെയാടി പറയുന്നേ, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അഞ്ജു വേണ്ട, നീ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, പിന്നെ മോളെ വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു നീ കേട്ടതല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേവി വന്നു.
എന്താ ഹരി, എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ച്. അപ്പോൾ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല ഏട്ടത്തി എന്ന് ഹരി പറയുക. അപ്പോഴേക്കും അപ്പു ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പു ദേവൂട്ടിയും കൊണ്ട് അമരാവതിയിലേക്ക് പോകാൻ പോവുകയാണെന്ന ദേവേച്ചി പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ എന്താ വീട് വിട്ടു പോവാണോ അപ്പു എന്ന് ദേവി ചോദിച്ചു. അപ്പു അന്നേരം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്താ അപ്പു എന്ന് ചോദിച്ചു ദേവി. അതിനുവേണ്ടി എന്ത് പ്രശ്നം ഇപ്പോൾ ഇവിടെ ഉണ്ടായെന്ന് ചോദിച്ചപ്പം, പ്രശ്നങ്ങൾ ഒന്നും രണ്ടും ഒന്നും അല്ലല്ലോ, ഈ കുടുംബത്തിപ്പോൾ പ്രശ്നങ്ങൾ മാത്രമല്ലേ ദേവേടത്തിയുള്ളൂ എന്ന് അപ്പു ചോദിക്കുക ദേവിയോട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കതൊക്കെ പരിഹരിക്കാം അപ്പു എന്ന് ദേവി പറഞ്ഞപ്പോൾ, ഒന്നും വേണ്ട. അപ്പോൾ നീ മോളെയും കൊണ്ട് ഈ വീട് വിട്ട് പോകരുതെന്ന് പറയുമ്പോൾ, ഇല്ല ദേവേടത്തി, ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്നും ഇനി ഒരിക്കലും പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ ഫോൺ എടുത്ത് വിളിച്ച് വണ്ടിയൊക്കെ വിളിച്ച് വരുത്തി ആ ശാത്തി അങ്ങ് പോവുക. അപ്പോൾ നീ നിന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞില്ലേ, നീ നിന്റെ തീരുമാനങ്ങൾ നടത്തിക്കോ, നീ പോയിക്കോ. പക്ഷേ ഇതുവരെ നീ കാണാത്ത ഒരു ഹരിയെ നീ കാണേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി അവിടെ നിന്ന് ഒച്ചത്തിൽ പറയുമ്പോൾ ബാലൻ അങ്ങ് ഇറങ്ങി വന്നു. എന്താണ് ഹരി എന്നും ചോദിച്ചു. ഇതെന്താ ബാഗുകളൊക്കെ ആയിട്ട് ഉമ്മറത്ത് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് അമരാവതിയിലേക്ക് പോവാ ബാലേട്ടാന്ന് പറഞ്ഞു അപ്പു. എന്നെ തടയരുത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ബാലനൊന്നും മിണ്ടാനില്ല. ദേവിയാണെങ്കിലും നെഞ്ച് വിങ്ങി പൊട്ടിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ഞാനും ദേവിയും ദേവൂട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് ഈ വീട് വിട്ടിറങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് ബാലൻ പറയുവാണ് അപ്പുവിനോട്. അപ്പം അത് കേട്ടപ്പോൾ ഇവരെല്ലാം അന്താളിച്ചിങ്ങനെ നോക്കുക. ഞാനോ ദേവിയോ ഇനി ഒരിക്കലും കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടില്ല എന്ന് മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കൾ സാക്ഷി നിർത്തി ഞാൻ നിനക്ക് വാക്ക് തരുവാണെന്നും ബാലൻ അങ്ങ് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ദേവി വിങ്ങിപ്പൊട്ടി കരയാട്ടോ. അഞ്ജുവിന് ആകെ സങ്കടമായേ. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഹരിയും ആകെ വല്ലാതെ ഇങ്ങനെ നോക്കുക. ബാലൻ തൻ്റെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു അപ്പുവിൻ്റെ അഹങ്കാരം അവസാനിപ്പിച്ചുകൊണ്ട്. ബാലേട്ടൻ്റെ ഈ വാക്കുകളിൽ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാമെന്നും പറഞ്ഞു. ആരും നിന്നെ തടയില്ല എന്നും പറഞ്ഞു ബാലൻ. അത് കേട്ടപ്പോൾ അപ്പുവിന് കുറച്ച് അടക്കമായി. ഇനിയിപ്പോൾ കൊച്ചിനെ തിരിച്ച് കിട്ടുമല്ലോ ആ ഒരു ഇതിൽ. അങ്ങനെ അപ്പു ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കി ഇങ്ങനെ നിൽക്കുക. ബാലൻ്റെ യഥാർത്ഥ സ്വരൂപം കണ്ട് അപ്പു വരെ ഞെട്ടിപ്പോയി. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ കരഞ്ഞപ്പോഴേക്കും ദേവിയും വിട്ട് കരയുവാണ്. അങ്ങനെ ബാലൻ നിസ്സഹായതയോട് കൂടി ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുക. അപ്പു എന്നിട്ട് അവിടെ നിന്ന് ആലോചിക്കുക, എന്ത് വേണം, എങ്ങോട്ട് പോകണോ, ഇനി പോകണോ, അത് അകത്ത് കയറണോ, ഇരിക്കണോ, കിടക്കണോ, നിൽക്കണോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അപ്പു അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം നെഞ്ച് കൊത്തിപ്പറിക്കുന്ന വേദനയോടെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ അകത്തേക്ക് കയറി അങ്ങ് ഓടി. ആ സമയത്ത് ബാലനും കയറിപ്പോയി. ബാക്കി ഇവരെല്ലാവരും അവിടെ നിൽക്കുന്നു. പിന്നാലെ അഞ്ജുവും കയറിപ്പോയി. പിന്നെ അപ്പുവും ഹരിയും കുഞ്ഞുമായി അവിടെ. അപ്പൂന് എപ്പോഴും ആലോചന തീർന്നിട്ടില്ല. ആലോചന. എന്നിട്ട് ബാഗ് നിലത്തേക്ക് അങ്ങോട്ട് ഇട്ടു. അപ്പോഴേക്ക് ഹരി കുഞ്ഞിനെ അങ്ങ് എടുത്തു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരാലും വെറുക്കപ്പെട്ടവളായിട്ട് അപ്പു ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ ബാലൻ പിന്നെ റൂമിൽ ചെന്ന് വെന്തുരുകുന്ന മനസ്സുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും പണ്ടത്തെ കാര്യം ആലോചിക്കുവാണ്. എന്താ വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി ദേവിയുടെ കയ്യിൽ നിന്ന് സത്യം മേടിച്ചത്, അതായത് ഇനി പ്രസവിക്കരുത് എന്ന് പറഞ്ഞതും പ്രസവിക്കില്ല എന്ന് പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ. അങ്ങനെ ബാലൻ അതെല്ലാം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ ദേവിയും അപ്പു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ഇരിക്കുക. ഇനി ഒരമ്മയുടെ സ്നേഹം കുഞ്ഞിന് കൊടുക്കരുതെന്നും പെറ്റമ്മയായാലേ ഒരമ്മയുടെ വേദന എന്താണെന്ന് തിരിച്ചറിയൂ എന്ന് പറഞ്ഞതുമൊക്കെ അങ്ങനെ ഓർത്ത് വിങ്ങിപ്പൊട്ടി ദേവി കിടക്കുമ്പോൾ ഈ ആലോചനകളും കഴിഞ്ഞ് ബാലൻ വന്ന് ദേവിയുടെ കാൽക്കൽ പിടിച്ച് മാപ്പ് പറയൂ. അപ്പോഴേക്കും ദേവി ചാടി എഴുന്നേറ്റു. എന്താ ബാലേട്ട എന്താണെന്ന് ചോദിച്ചു. എന്താ ബാലേട്ടന് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ മാപ്പ്, ഞാൻ കാണിച്ച അപരാധത്തിനുള്ള പ്രായശ്ചിത്വമാണിതെന്നും പറഞ്ഞുകൊണ്ടാണ് ബാലൻ ദേവിയുടെ കാല് പിടിക്കുന്നത്. ഞാൻ കാരണമാണ് തനിക്കൊരു അമ്മയാകാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയത്. എൻ്റെ അനിയന്മാർക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വാർത്ഥത അത് അനുവദിച്ചില്ല. തനിക്കൊരു കുഞ്ഞിനെ സ്നേഹിക്കാനും താരാട്ട് പാടി ഉറക്കാനും ലാളിക്കാനും കൊഞ്ചിക്കാനും ഒക്കെയുള്ള തൻ്റെ മോഹങ്ങളും ആശകളും ഒക്കെ ഞാൻ പട്ടടയിൽ എരിച്ചു കളഞ്ഞില്ലേ എന്ന് ബാലൻ ചോദിക്കുക ദേവിയോട്. അങ്ങനെ ദേവിയോട് തൻ്റെ സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞു വാവിട്ട് കരയുന്നു. ഞാൻ ഇനി ഇതെന്ത് പരിഹാര ദേവി തനിക്ക് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. ദേവി അന്നേരത്തേക്ക് ഇതൊക്കെ കണ്ടിങ്ങനെ എന്താ പറയേണ്ടതെന്ന് പോലും അറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടുപേരും കൂടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് കൈകൾ കോർത്ത് പിടിച്ച് ഇങ്ങനെ കരയുന്നു. ഇങ്ങനെയൊന്നും പറയരുത് ബാലേട്ടാന്നും പറഞ്ഞു. ഇല്ല ദേവി, ഇനി ബാലൻ കരയില്ല എന്ന് എന്നിട്ട് പറഞ്ഞു. ഇനി ഒരിക്കലും ബാലൻ ഒന്നിനും വേണ്ടി കരയില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ ബാലൻ്റെ തീരുമാനങ്ങൾ ദേവിയും അംഗീകരിച്ചു. ദേവിയുടെ ആ ഒരു ബാലനും അംഗീകരിച്ചു. ഇതെല്ലാം അങ്ങനെ അവരുടെ റൂമിൽ കഴിഞ്ഞു പോയിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ശിവൻ വീട്ടിൽ വന്നു. അഞ്ജു അവിടെ ഇരുന്ന് ശിവനോട് എല്ലാ കാര്യങ്ങളും പറയുക. അതായത് ഇന്ന് അപ്പു പോകാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് ബാലൻ വന്ന് ശപഥം ചെയ്ത കാര്യങ്ങൾ തൊട്ട്. അപ്പോൾ ഇത് കേട്ട് ദേവേച്ചി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയാം. അതിൽ കൂടുതൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല ശിവേട്ടാന്നും അഞ്ജു ശിവനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ശിവനും ആകെ നിരാശയിലിരിക്കുക. ഈ അപ്പോഴത്തേക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നേരത്തേക്ക് നമ്മുടെ ശിവനും.
പിന്നെ ഹരിയേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ട് അപ്പുവിനെ അമരാവതിയിൽ പിടിച്ചു നിർത്തിയത്, അമരാവതിയിലേക്ക് പറഞ്ഞു വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വലിയേട്ടൻ അപ്പച്ചിയെയും അതുപോലെ എല്ലാവരെയും സാക്ഷി നിർത്തി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശപഥം എടുത്തത് അവളുടെ മനസ്സ് മാറ്റി കാണുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, എന്നാലും ഇനി ഇതേ വീട്ടിൽ നിന്നുകൊണ്ട് ബാലേട്ടൻ്റെ വല്യേടത്തിയുടെ മുഖത്ത് എങ്ങനെ അപ്പോഴത്തെ നോക്കുമെന്ന് ചോദിച്ചു. വല്യേടത്തിയുടെ അടുത്തേക്ക് പോകാതെ ദേവേടത്തി അപ്പോഴത്തെ പറയുന്നത് മാത്രം കേട്ട് അവിടെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും മുറിയിൽ അടച്ചു പൂട്ടിയിടാനൊന്നും പറ്റത്തില്ലല്ലോ. അതെ, എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാ വല്യേട്ടൻ അപ്പുവിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴും ആ ഒരു ഇതിൽ നിൽക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളും അപ്പുവിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ അഞ്ജു. ആ ഒരു അവസ്ഥയിൽ അങ്ങനെ എന്തൊരുക്കി നിൽക്കുന്ന ദേവേച്ചിയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ദേവിയെക്കുറിച്ച് അഞ്ജു. ഇതൊക്കെ കേട്ട് എൻ്റെ ചങ്ക് പൊട്ടുവാണെന്ന് ശിവനും അന്നേരം പറഞ്ഞു. വല്യേട്ടൻ്റെ കയ്യും പിടിച്ച് ഈ തറവാട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്ന ദേവേടത്തെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ പേടിയെന്ന് പറഞ്ഞത് വല്യേട്ടനും വല്യേടത്തേക്കും സ്വന്തം കുടുംബം അല്ലെങ്കിൽ സ്വന്തം കൈപ്പിടിയിൽ ഏട്ടത്തി ഒതുക്കി കളയുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ വല്യേടത്തെ കാണുമ്പോൾ ഞാനും കണ്ണനൊക്കെ ഒളിച്ചു നിൽക്കുമായിരുന്നു എന്നും, പക്ഷേ ഒളിച്ചു നിന്നിരുന്ന ഞങ്ങളെ കൂടെ വിളിച്ച് മക്കളെപ്പോലെ ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയുമായിരുന്നു ഏട്ടത്തി ചെയ്തത്. ഞങ്ങൾ ഇന്ന് ഈ നിലയിലാക്കി ഞങ്ങളുടെ വല്യേടത്തി തന്നെയാണെന്നൊക്കെ പറഞ്ഞ്, പിന്നെ വല്യേടത്തി ഞങ്ങൾക്ക് അമ്മയെപ്പോലെ തന്നെയായി എന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കണ്ണൻ 1ാം ക്ലാസ്സിലോ മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വന്തം മക്കളായി വളർത്തിയ ഞങ്ങളുടെ വല്യേടത്തിയാ. ആ വല്യേടത്തിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല അഞ്ജു എന്നൊക്കെ പറഞ്ഞു പണ്ടത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ശിവൻ ഇങ്ങനെ അഞ്ജുവിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് അഞ്ജു ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം, ഇവർക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു പണ്ടത്തെ കാര്യങ്ങളെല്ലാം ആലോചിക്കുക. ഇവർ കുഞ്ഞായിരുന്ന സമയത്ത് കുളി കഴിഞ്ഞിട്ട് വന്നതും തലയിൽ രാസനാദിപ്പൊടി ഇട്ട് കൊടുക്കുന്നതും അങ്ങനെ വളർത്തി വലുതാക്കി കെട്ടുപ്രായമായിട്ടും ആ കുഞ്ഞുങ്ങളായിട്ട് തന്നെ സ്നേഹത്തോടെ കരുതലോടെ കൊണ്ടു നടന്നതുമെല്ലാം നമ്മുടെ ശിവൻ ഒരു നിമിഷത്തേക്ക് അവിടെ നിന്നിങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ശിവൻ ആ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കരഞ്ഞു നിൽക്കുന്ന ശിവനോട് എന്താ ശിവേട്ടാന്ന് അഞ്ജു ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഹരിയേട്ടൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചതിൻ്റെയും ലാളിച്ചതിൻ്റെയും പേരിൽ ഒത്തിരി കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നില്ലേ, വല്യേട്ടൻ അതിൻ്റെ പേരിൽ മാപ്പ് പറയേണ്ടി വന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിയണില്ല അഞ്ജു എന്ന് പറഞ്ഞു ശിവൻ. എന്തായാലും നമ്മുടെ കുഞ്ഞിനെ കൈകളിലേക്ക് ഏറ്റുവാങ്ങാൻ പോകുന്നത് ദേവേച്ചി ആയിരിക്കുമെന്നും നമ്മുടെ കുഞ്ഞ് ദേവേച്ചിയുടെയും കുഞ്ഞായിരിക്കുമെന്നും അഞ്ജു പറയുക. ദേവേച്ചിയുടെ സ്നേഹം നിങ്ങൾക്കൊക്കെ കിട്ടിയതുപോലെ നമ്മുടെ കുഞ്ഞിനും കിട്ടണമെന്നും നമ്മുടെ അഞ്ജു പറയുക. അത് അറിഞ്ഞു വേണം നമ്മളുടെ കുഞ്ഞു വളരാനെന്നും അഞ്ജു വാക്കു കൊടുക്കുക ശിവന്. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും അങ്ങനെ അപ്പു എന്ന ദുഷ്ടത്തിയുടെ മനസ്സിൻ്റെ കൊള്ളരുതായ്മ കൊണ്ട് നടന്നു പോയതിനെല്ലാം പരിഹാരം ചെയ്യാനായിട്ടാണ് നമ്മുടെ അഞ്ജു ആ കുഞ്ഞു വരാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവർ തമ്മിൽ സംസാരിച്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ബാലനും ദേവിയും കൂടി നേരെ ആ വക്കീലിനെ കാണാനായിട്ട് പോയി, തോമസ് വക്കീലിനെ കാണാൻ. അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഈ സ്വത്തിൻ്റെ വിവരങ്ങളുടെയും കാര്യങ്ങളും അതുപോലെ വിൽപ്പത്രത്തിൻ്റെ കാര്യമൊക്കെ പറയാം. അപ്പോൾ ഈ വിൽപ്പത്രം എന്നെ കൊണ്ട് എഴുതിച്ചപ്പോൾ സാന്ത്വന കുടുംബം ഒരിക്കലും ഇങ്ങനൊരു വീതം വക്കീലിലേക്ക് എത്തേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ ബാല എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി അത് കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.